ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നൊരു കല്ലുമ്മക്കായ റോസ്റ്റ് റെസിപ്പി ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഇത് ഞാൻ നല്ല നാടൻ ടേസ്റ്റിൽ നാടൻ സ്റ്റൈലിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിക്ക് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് കാണണം കേട്ടോ. ഇനി നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. അപ്പൊ ആദ്യം നമുക്ക് കല്ലുമ്മക്കായ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ അതിലേക്ക് വേണ്ട മസാലകൾ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. അതിനുശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഇതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾ കല്ലുമ്മക്കായ ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ കല്ലുമ്മക്കായ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനുള്ള റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. നമ്മളതൊന്ന് കോരി മാറ്റിയെടുക്കാം കേട്ടോ. ഇനി നമ്മൾ അതേ പാനിൽ തന്നെ കുറച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് റോസ്റ്റിനുള്ള മസാല റെഡിയാക്കി എടുക്കാം. അപ്പൊ 2 വലിയ സൈസ് സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ സവാള ഇവിടെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി ചെറുതായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നുറുക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഗ്രൈൻഡ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ തക്കാളിയും പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് സോഫ്റ്റ് പരുവത്തിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് സോഫ്റ്റ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പൊ പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും. അപ്പൊ നമ്മുടെ ഉള്ളി തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരക പൊടി, 1 ടേബിൾ സ്പൂൺ ഉലുവപ്പൊടി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കരിവേപ്പില കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കല്ലുമ്മക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക 1 ടേബിൾ സ്പൂൺ. അതിനുശേഷം ആവശ്യത്തിന് ഗ്രേവിക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ വെള്ളമൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നുകൂടി കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മേലെ കൂടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ കല്ലുമ്മക്കായ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു സീ ഫുഡാണ് കല്ലുമ്മക്കായ. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.